ജയിലിലെ വേതന വർധന ചർച്ചയായിട്ട് ദിവസങ്ങളായി. ഈ ചാനലിൽ തന്നെ നമ്മൾ ഒരിക്കൽ അത് ചർച്ച ചെയ്തതാണ്. ചാനലുകൾക്ക് മുമ്പിലുള്ള ഇ.പി. ജയരാജന്റെ പ്രസ്താവനയോടുകൂടി ഈ വിഷയം വീണ്ടും ചൂടുപിടിക്കുകയാണ്. ജയിലിലെ വേതന വർധനയിൽ എതിർപ്പെന്തിന്, അവർ പാവങ്ങളല്ലേ എന്ന ചോദ്യവുമായാണ് ഇ.പി. ജയരാജൻ മാധ്യമങ്ങളെ നേരിട്ടത്. തീർച്ചയായും അവർ പാവങ്ങളാണ്. ഇ.പി. ജയരാജന്റെ വിശദീകരണത്തിൽ പറയും പോലെ വളരെ പാവങ്ങൾ, പച്ച പാവങ്ങൾ. ഈ പാവം പിടിച്ച തടവുകാരുടെ പേരുകൾ ഒന്ന് ശ്രദ്ധിക്കുക. ഒന്ന് രണ്ട് ഉദാഹരണം: ഗോവിന്ദചാമി, പിന്നെയോ 51 വെട്ടിയ കൊടിസുനിയും മറ്റ്8 പേരും. ഇങ്ങനെ ഒരുപാട് പേരുണ്ട്. അവർക്കും വേണ്ടേ മനുഷ്യാവകാശം? ജയിലിൽ കിടക്കുകയാണെങ്കിലും തീർച്ചയായും വേണം. മനുഷ്യാവകാശം കിട്ടാൻ പാടില്ലാത്തത് ഇവരുടെ ക്രൂരത അനുഭവിച്ച പാവങ്ങളും അവരുടെ വീട്ടുകാരും മാത്രമാണ്. മനുഷ്യാവകാശം വേണ്ടാത്തത് 50 രൂപയുടെ കൂലി വർധനവിന് വേണ്ടി സമരം ചെയ്ത ആശമാർക്കാണ്. മനുഷ്യാവകാശം വേണ്ടാത്തത് 369 രൂപയ്ക്ക് ജോലി ചെയ്യുന്ന പാവപ്പെട്ട നമ്മുടെ അമ്മമാരും സഹോദരങ്ങളും ഉൾപ്പെടുന്ന തൊഴിലുറപ്പ് തൊഴിലാളികൾക്കാണ്. മനുഷ്യാവകാശം വേണ്ടാത്തത് മാന്യമായി ജീവിക്കുന്ന സാധാരണക്കാർക്കാണ്. സ്ഥിരം കുറ്റവാളികളായി 10 വർഷവും അതിലധികവും ജയിലിൽ കിടക്കുന്ന കൊലപാതകികൾക്കും വ്യഭിചാരികൾക്കും പീഡനക്കാർക്കും തീർച്ചയായും മനുഷ്യാവകാശം വേണം. വളരെ ചെറിയ തുകയാണ് അവർക്ക് കൂട്ടിക്കൊടുത്തത്. അതിനെന്തിനാണ് ഇങ്ങനെയൊരു പരാതി എന്നാണ് നമ്മുടെ ജയരാജൻ ചോദിക്കുന്നത്. വലിയ വർധനയൊന്നും വരുത്തിയില്ല, 4 ഇരട്ടിയാക്കിയതേയുള്ളൂ. 152 രൂപയുണ്ടായിരുന്ന വേതനത്തെ 620 രൂപയാക്കി. 127 രൂപയായിരുന്നതിനെ 560 രൂപയാക്കി. 63 രൂപയായിരുന്നതിനെ 530 രൂപയാക്കി. ജയിൽ മേധാവി ശുപാർശ ചെയ്തതിന്റെ ഏകദേശം ഇരട്ടിയോളം വർദ്ധിപ്പിച്ചു സർക്കാർ. 152 രൂപയുടെ വേതനം 350 രൂപയാക്കാനാണ് ജയിൽ മേധാവി അല്ലെങ്കിൽ ആ ഒരു കമ്മിറ്റി ശുപാർശ ചെയ്തത്. സർക്കാർ അത് 620 രൂപയായി കൊടുത്തു. നമ്മുടെ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് 369 രൂപ ദിവസവേതനം നൽകുമ്പോഴാണ് ജയിലിൽ അത് 620 രൂപയാക്കിയിരിക്കുന്നത്. ജയിലിലത് മാസം 18,600 രൂപയോളം വരും. ജീവപര്യന്തം തടവിൽ കിടക്കുന്ന ഒരുവൻ 10 വർഷം കഴിഞ്ഞ് 12 വർഷം കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ ലക്ഷപ്രഭുവായിട്ടാണ് പുറത്തേക്ക് വരിക. പിന്നെ ഇവിടെ ചോദിച്ചത് മറ്റൊരു ചോദ്യമാണ്: അയാളുടെ വീട്ടുകാർക്ക് ജീവിക്കണ്ടേ? തീർച്ചയായും ജീവിക്കണം. മനുഷ്യത്വപരമായ നടപടികൾ ആ വീട്ടുകാരോട് വേണം. പക്ഷേ ഇവന്റെ അക്രമം ഏറ്റുവാങ്ങിയ വീട്ടുകാരോട് എന്ത് മനുഷ്യത്വപരമായ നടപടിയാണ് സർക്കാർ കൈക്കൊള്ളാൻ പോകുന്നത്? തൊട്ടടുത്ത സംസ്ഥാനമായ തമിഴ്നാട്ടിൽ സ്കിൽഡ് ലേബേഴ്സിന് 200 രൂപ മാത്രമാണ് ശമ്പളം. സെമി സ്കിൽഡ് ലേബേഴ്സിന് 180 രൂപയും അൺസ്കിൽഡ് ലേബേഴ്സിന് 160 രൂപയും തടവുകാർക്ക് ശമ്പളമായി തമിഴ്നാട് നൽകുന്നു. അങ്ങ് ഡൽഹിയിൽ അത് 361 328 പരിഹാസത്തിന്റെ വേലിയേറ്റമാണ് സോഷ്യൽ മീഡിയകളിൽ. തനിക്ക് വിധിച്ച തടവുകാലം കുറഞ്ഞുപോയി എന്ന് പറഞ്ഞ് ജയിൽ പുള്ളികൾ തന്നെ കോടതിയെ സമീപിച്ചേക്കാം. മറ്റൊരു പരിഹാസം: ശമ്പളം മാത്രം കൊടുത്താൽ പോരാ, ബോണസും ഗ്രാറ്റുവിറ്റിയും എക്സ്ഗ്രേഷ്യയും അങ്ങനെ കൊടുക്കാൻ കഴിയുന്നതെല്ലാം ഉത്സവ ബത്തയടക്കം ഈ തടവ് പുള്ളികൾക്ക് കൊടുക്കണം എന്നൊരു പരിഹാസവും സോഷ്യൽ മീഡിയയിലുണ്ട്. നമ്മുടെ നേതാക്കൾ ജനങ്ങളിലേക്ക് ഇപ്പോൾ ഇറങ്ങിച്ചെല്ലാറില്ല. പക്ഷേ സോഷ്യൽ മീഡിയയിലേക്കെങ്കിലും ദയവായി നേരിട്ടൊന്ന് ഇറങ്ങിച്ചെല്ലണം. ഈ പരിഹാസങ്ങൾ കാണണം, മനസ്സിലാക്കണം. ജയിലിലെ വേതനം വർദ്ധിപ്പിക്കുന്നതിന് എതിർക്കുന്നത് എന്തിനാണ് എന്ന് ചോദിച്ചുകൊണ്ട് ഇ.പി. ജയരാജൻ കണ്ണൂരിൽ മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത് എന്താണ് എന്ന് നിങ്ങളൊന്ന് കേൾക്കണം. അവർ പാവങ്ങളല്ലേ? പല സാഹചര്യങ്ങളാൽ കുറ്റവാളികളായിപ്പോയി. അവർക്ക് വേതനം വർദ്ധിപ്പിച്ചു കൊടുക്കുന്നതിനെ എതിർക്കുന്നത് തെറ്റായ നിലപാടാണ്. തൊഴിലുറപ്പ് മേഖലയിലാണെങ്കിൽ 369 രൂപയാണ് ദിവസക്കൂലി. അത് വർദ്ധിപ്പിക്കാത്തത് കേന്ദ്ര ഗവൺമെന്റാണ്. അത് പറയാതെ ഇവിടെ ജയിലിൽ കിടക്കുന്നവന് ചില്ലറ പൈസ കൂട്ടിയതിനെ എതിർക്കുന്നത് ശരിയല്ല. അവർ ജയിലിൽ സോപ്പ് പോലുള്ള അത്യാവശ്യ സാധനങ്ങൾ വാങ്ങുന്നത് ഇതുകൊണ്ടാണ്. ആശാവർക്കർമാർ, തൊഴിലുറപ്പ് തൊഴിലാളികൾ എന്നിവർക്ക് കൂലി കുറവാണെങ്കിൽ വർദ്ധിപ്പിക്കാനല്ലേ പറയേണ്ടത്? അല്ലാതെ കൊടുക്കുന്ന ആനുകൂല്യങ്ങളെ എന്തിനാണ് എതിർക്കുന്നത്? ജയിലിൽ കിടക്കുന്നവർ വലിയ ക്രിമിനലുകൾ തന്നെ, കൊലക്കുറ്റം ചെയ്തവർ തന്നെ. പക്ഷെ ജീവപര്യന്തം ജയിലിനകത്തല്ലേ?
അവർ ഇങ്ങനെ പണിയെടുത്ത് കിട്ടുന്ന കൂലി കുറച്ച് അവിടെ വയ്ക്കും, കുറച്ച് അവിടുത്തെ ആവശ്യങ്ങൾക്ക് ചിലവഴിക്കും. 10-15 കൊല്ലം കഴിഞ്ഞ് ജയിലിൽ നിന്ന് വരുമ്പോൾ ആ പൈസയും കൊണ്ട് നാട്ടിലേക്ക് പോകാം. ഇങ്ങനെയുള്ള ഒരു ആനുകൂല്യത്തെ എന്തിനാണ് എതിർക്കുന്നത് എന്നാണ് ഇ പി ജയരാജൻ ചോദിച്ചത്. ഇവരുടെ അക്രമങ്ങൾ ഏറ്റുവാങ്ങിയ സാധാരണ ജനത്തിന് ഈ ചോദ്യം മനസ്സിലാകില്ല. അവർ പരിഹസിക്കും. ഇതൊക്കെ കാണുന്ന സാധാരണ ജനങ്ങൾ തിരിച്ചടിക്കും. സാധാരണ ജനത്തിന് തിരിച്ചടിക്കാൻ കിട്ടുന്ന ഒരേ ഒരു സമയം അവന്റെ വോട്ടിംഗ് പവറാണ്. അവനത് കാണിക്കും. വിടുവായത്തനം പറയുന്ന സാധാരണ നേതാക്കൾ ഇക്കാര്യം ഓർമ്മിച്ചാൽ നന്ന്. ഇതുപോലെ തെറ്റായ തീരുമാനങ്ങൾ എടുക്കുന്ന രാഷ്ട്രീയ നേതൃത്വങ്ങൾ ഇതൊക്കെ ഒന്ന് ഓർമ്മിച്ചാൽ നന്ന്. നേതാക്കൾ പറയുന്ന ഒരു വാചകം ഞാനും ഒന്ന് ആവർത്തിക്കുന്നു: കേരളം പ്രബുദ്ധമാണ്, ഇവിടത്തെ ജനത പ്രബുദ്ധരാണ്.